കോഴിക്കോട് നഗരത്തിൽ ഇന്നും കുടിവെള്ള വിതരണം മുടങ്ങി. പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നതാണ് വിനയായി മാറിയത്. സിവിൽ സ്റ്റേഷൻ മുതൽ നടക്കാവ് വരെ കഴിഞ്ഞ 6 ദിവസമായി കുടിവെള്ളമില്ല എന്ന പരാതി ഉയർന്നു. ബീച്ച് ആശുപത്രിയുടെ പ്രവർത്തനമൊക്കെ തന്നെ താളം തെറ്റിയിരിക്കുകയാണ്. ഈ വെള്ളമില്ലാത്ത സമയത്ത് കുറച്ച് വെള്ളം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു ടാങ്ക് മതി. അടിച്ചു തന്ന അത്ര ബുദ്ധിമുട്ട് വരില്ല. ഇത് ആ പകൽ വീടിന്റെ അവിടെ വെള്ളം അടിച്ചു കൊടുത്ത് അവിടുന്ന് ഇവിടെ ഒന്ന് എടുക്കാൻ ഞങ്ങളെപ്പോലുള്ളവർക്കൊന്നും കഴിയില്ല. ഒക്കെ പിടിച്ചു വെച്ച് ഞങ്ങൾക്ക് വന്നിക്കുന്നല്ലോ. വെള്ളം കുറച്ച് ദിവസം ഉണ്ടാവില്ല എന്നുള്ളവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ പിടിച്ച് ഇന്നലത്തോടുകൂടി എല്ലാവരും വെള്ളം തീർന്ന്. വെള്ളം ഇല്ലെങ്കിൽ ഞങ്ങൾ പോയി റോഡ് ഇവിടെ നിന്ന് ഒരു മുസ്ലിംസിന് വീടുണ്ട്, അവിടെ പോയി വെള്ളം എടുത്ത് കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ട് വേണം മറ്റേ വെള്ളം കൊണ്ടുവരാൻ. ഈ കഴുകാനും കുടിക്കാനൊക്കെ ഉള്ള കുടിക്കാൻ മാത്രമേ അവിടെ നിന്ന് എടുക്കുള്ളൂ. കുറേ ദൂരമുണ്ട്. അപ്പോൾ കാലിന് വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ പകുതി ഇതിട്ടിട്ട് അവിടെ വെള്ളം വെക്കും. അവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് അത് കൊണ്ടുപോയി വീട്ടിൽ വെച്ച് പിന്നെ എടുത്ത് പാത്രം അങ്ങോട്ട് വെക്കും. കാലിന് വയ്യല്ലോ. അതവിടെ ഞങ്ങൾക്ക് തീരെ വെള്ളമില്ല. കുട്ടികളെവിടെയാണ് 3-4 കുട്ടികളും ആകെ സ്വീപ്പായി നിൽക്കുക. ഇപ്പോൾ വരുന്നുണ്ട്, അതാ കുറേശ്ശേ വരുന്നുള്ളൂ. അതും കലിഞ്ഞ വെള്ളം. പ്രമേഷ്, ആ വാർത്തയുടെ വിശദാംശങ്ങൾ ചേരുന്നുണ്ട്. നിഖിൽ, വലിയ പ്രതിസന്ധിയാണ്, നമുക്കറിയാലോ. കുടിവെള്ളം ഇല്ലാതായാലും ആശുപത്രിയുടെ പ്രവർത്തനമൊക്കെ താളം തെറ്റുന്നു. ഇതെന്താണ് ഇതിന്റെ ഒരു കാരണം? ഗുഡ് മോർണിംഗ് അഗൈൻ സ്മിത. മാനാഞ്ചിറ മലാപ്പറമ്പ് റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ട് ഈ കാണുന്ന പൈപ്പ് ലൈനുകൾ തമ്മിൽ അത് വിടർന്നു നിൽക്കുകയാണ്. അത് യോജിപ്പിക്കാത്തതാണ് മുഴുവൻ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത്. കഴിഞ്ഞ 6 ദിവസമായി ഈ മേഖലയിൽ വെള്ളമില്ല. പൈപ്പ് ഇന്റർ കണക്ഷൻ കൂട്ടി യോജിപ്പിക്കാത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം എന്നുള്ളതാണ് പറയുന്നത്. നമുക്കിതിന്റെ കിടപ്പ് കാണുമ്പോൾ തന്നെ അറിയാം ഇനിയിപ്പോൾ എത്ര ദിവസം എടുക്കും ഇത് യോജിപ്പിക്കാൻ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും പറയാൻ കഴിയില്ല. കോർപ്പറേഷൻ മുൻകൂട്ടി തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അതില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കോർപ്പറേഷൻ നേരത്തെ തന്നെ ഈ മേഖലകളിൽ കുടിവെള്ളം മുടങ്ങും എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. പക്ഷെ അത് എത്ര ദിവസം എന്നുള്ളത് അറിയിച്ചിരുന്നില്ല. കേവലം 1-2 ദിവസം എന്നൊക്കെയാണ് ആളുകൾ കരുതിയത്. പക്ഷേ ഇതിപ്പോൾ 6 ദിവസമായി ഇതേ സാഹചര്യം തുടരുകയാണ്. പൈസ ഉള്ള ആളുകളൊക്കെ പണം നൽകി കുടിവെള്ളം അടുപ്പിക്കുന്നുണ്ട് അവരുടെ വീടുകളിലേക്ക്. പക്ഷേ നമ്മളിപ്പോൾ പോയ സ്ഥലം എന്നൊക്കെ പറയും, നമ്മളിപ്പോൾ കാണിച്ച ബൈറ്റുകൾ ഒരു കോളനിയിൽ നിന്നുള്ളതാണ്. അവിടെയുള്ള ആളുകളെയൊക്കെ സംബന്ധിച്ച് പണം കൊടുത്ത് വീടുകളിലേക്ക് വെള്ളം എത്തിക്കുക എന്ന് പറയുന്നത് അത്ര പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമില്ല. ഇനി ഇതിനേക്കാൾ അപ്പുറത്തൊരു വിഷമകരമായിട്ടുള്ള സാഹചര്യം പറയാം. കോഴിക്കോട്ടെ 24-ന്റെ ഓഫീസിൽ വെള്ളമില്ല. നമ്മൾ കുറേ ദിവസമായിട്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പൈസ കൊടുത്ത് അവിടേക്ക് വെള്ളം അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മേഖലകളിൽ ഒന്നും തന്നെ ഇതൊരു നഗരപ്രദേശമാണ്, നഗരഹൃദയം, കോഴിക്കോടിൻ്റെ ഹൃദയം എന്ന് നമുക്ക് പറയാൻ കഴിയും. എരഞ്ഞിപ്പാലത്താണ് നമ്മുടെ ഓഫീസ്, എല്ലാവർക്കും അറിയാം. അവിടെ വെള്ളമില്ല. കോഴിക്കോട് നഗരഹൃദയത്തിൽ വെള്ളമില്ല എന്ന് പറയുമ്പോൾ കോർപ്പറേഷൻ്റെ ഒരു കൊടുമനാസ എന്ന് തന്നെ നമുക്ക് പറയാതെ വയ്യ. അതും 1-2 ദിവസമല്ല, കഴിഞ്ഞ 6 ദിവസമായി ഇത് തന്നെയാണ് സാഹചര്യം. ഇനിയിപ്പോൾ എന്നത് പരിഹരിക്കപ്പെടുമെന്ന് അറിയില്ല. നമ്മളിപ്പോൾ ഈ പൈപ്പിൻ്റെ അവസ്ഥ കാണുമ്പോൾ നമുക്കറിയാം ഈ ജോലി പൂർണ്ണമായി പൂർത്തിയാക്കി ഇത് പൈപ്പുകൾ പുനഃസ്ഥാപിക്കണമെങ്കിൽ കുറേയധികം ദിവസം എടുക്കും. നമുക്ക് അവിടുത്തെ തൊഴിലാളികളെ കാണാൻ കഴിയും. തൊഴിലാളികൾ ഇങ്ങനെ വളരെ ആശ്ചര്യത്തിൽ, അവർ ഇതര സംസ്ഥാന തൊഴിലാളികളാണെന്ന് തോന്നുന്നു, അവർ വളരെ ആശ്ചര്യത്തിലൊക്കെ ഇങ്ങോട്ട് നോക്കി നിൽക്കുകയാണ് എന്താണ് സംഭവം എന്നുള്ളത്. അവർക്ക് പൊട്ടുകയാണ്, ആ പൈപ്പ് നിരന്തരം പൊട്ടുന്നത് എന്തുകൊണ്ടാണ് പരിശോധിക്കണം എന്നൊക്കെ പറയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.